നമസ്കാരം. ഞാൻ ഡോക്ടർ ടി ജി ദാസ് കാട്ടാക്കട. ഉദ്യോഗാർത്ഥികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും സെൻറ് മേരീസ് PSC പരീക്ഷാ സഹായിയിലേക്ക് സ്വാഗതം. സെൻറ് മേരീസ് PSC പരീക്ഷാ സഹായി ഒരു യൂട്യൂബ് ചാനലാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ തസ്തികകൾക്ക് വേണ്ടി നടത്തുന്ന ഏതു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ ഞങ്ങൾ ഈ ചാനൽ വഴി ക്ലാസ് എടുക്കുന്നു. 2021 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലം 300 ലക്കങ്ങളിലായി അവതരിപ്പിക്കുന്ന ഈ ക്ലാസുകൾ റെയിൽവേ, ബാങ്ക്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തുടങ്ങി മറ്റേതു പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ലോകത്തിൽ വിഷമം പിടിച്ച ധാരാളം ചോദ്യങ്ങളുണ്ട്. ഉത്തരം കാണാൻ പ്രയാസമായവ, അഥവാ കണ്ടെത്തിയാൽ തന്നെ പറയാൻ കഴിയാത്തവ. രാവണന് എത്ര തലയാണുള്ളത് എന്ന് ചോദിച്ചാൽ 10 തലകളാണെന്നായിരിക്കും ഉത്തരം. എന്നാൽ അത് ശരിയാണോ? കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 44 എന്നായിരിക്കും ഉത്തരം. എന്നാൽ 44 നദികൾ മാത്രമാണോ കേരളത്തിലുള്ളത്? ഇതിനെല്ലാം സത്യസന്ധമായി ഉത്തരം നൽകണമെങ്കിൽ അടിസ്ഥാനമറിഞ്ഞുള്ള പഠനമാണ് ആവശ്യം. സത്യത്തിൽ രാവണന് ഒരു തലയേ ഉള്ളൂ. ഒരു സമയത്ത് 10 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് രാവണന് ഉള്ളതിനാൽ രാവണന് 10 തലയുണ്ടെന്ന് രാമായണത്തിൽ പറയുന്നു. ഭാവനാസമ്പന്നരായ ചിത്രമെഴുത്തുകാർ രാവണ ചിത്രത്തിൽ 10 തലകൾ വരച്ചു വെച്ചു. സത്യമറിഞ്ഞുകൂടാത്ത സിനിമാ നിർമ്മാതാക്കൾ 10 തലകളുള്ള രാവണനെ തിരശീലയിൽ അവതരിപ്പിച്ചു. ഇതെല്ലാമായപ്പോൾ രാവണന് 10 തലയുണ്ടെന്ന് ജനകോടികൾ തെറ്റിദ്ധരിച്ചു. എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ധൈര്യശാലിയെ ഇരട്ടക്കരളുള്ളവനെന്ന് നാം പറയാറില്ലേ? യഥാർത്ഥത്തിൽ അവന് ഇരട്ട കരളാണോ ഉള്ളത്? ഇല്ല, അയാൾക്ക് ഒരു കരളേ ഉള്ളൂ. ഇനി നമുക്ക് കേരളത്തിലെ നദികളുടെ എണ്ണം നോക്കാം. പല PSC പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേരളത്തിൽ എത്ര നദികളാണുള്ളത് എന്നത്. ഈ ചോദ്യത്തിന് 44 എന്ന് ഉത്തരം എഴുതിയിട്ടുള്ളവർക്കാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 44 കൂടുതൽ നദികൾ കേരളത്തിലുണ്ട്. പക്ഷേ 15 കിലോമീറ്റർ നീളത്തിലും അതിൽ കൂടുതൽ നീളത്തിലുമുള്ള പുഴകളെയാണ് കേരള സർക്കാർ നദികളായി അംഗീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ശരിയാണെങ്കിലും കേരള സർക്കാർ നദികളായി അംഗീകരിച്ചിട്ടുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത് എന്നതല്ലേ ശരിയായ ചോദ്യം? എന്തായാലും അടിസ്ഥാനമറിഞ്ഞു പഠിക്കുന്നവർക്ക് യഥാർത്ഥ ഉത്തരം കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതിനുവേണ്ടി ഞങ്ങൾ സഹായത്തിനുണ്ട്. അതാണ് സെൻറ് മേരീസ് പരീക്ഷാ സഹായിയുടെ ഈ സൗജന്യ ക്ലാസ്. ഞങ്ങളുടെ 2021 കോച്ചിങ് ക്ലാസ്സുകൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന 300 ലക്കങ്ങളിലെ 1-ാം ലക്കമാണിത്. ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ഇവിടെ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത ഭാഗം ഒരു മത്സര പരീക്ഷയാണ്. അതിൽ 10 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ശരിയായ ഉത്തരം ചുവട്ടിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷം 2021 മാർച്ച് 1 രാവിലെ 6 മണിക്കും 2021 മാർച്ച് 3 വൈകുന്നേരം 6 മണിക്കും ഇടയ്ക്ക് കിട്ടത്തക്ക വിധം 91, 88, 81, 21, 64 എന്ന ഫോൺ നമ്പറിൽ ലക്കം 1ൻ്റെ എല്ലാ ശരിയുത്തരവും കണ്ടെത്തി എന്ന വിവരം രേഖപ്പെടുത്തുന്ന മെസ്സേജ് അയയ്ക്കുക. 10 ഉത്തരങ്ങളും ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. സെൻറ് മേരീസ് PSC പരീക്ഷാ സഹായിയുടെ ഈ കോച്ചിങ് ക്ലാസ്സിൽ
പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ മത്സര പദ്ധതിയിൽ പ്രവേശനമുള്ളൂ. ഇങ്ങനെയെങ്കിലും പഠന താൽപ്പര്യം വർദ്ധിക്കാനും അതുവഴി ഒരു സർക്കാർ ഉദ്യോഗം ലഭ്യമാക്കാനും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അത് എത്രയും ഭാഗ്യമായിരിക്കും. പേര് രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ അവരുടെ പേരും പൂർണ്ണമായ തപാൽ വിലാസവും ഫോൺ നമ്പറിനൊപ്പം ഇംഗ്ലീഷിലും മലയാളത്തിലും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജ് 91 88 81 21 64 എന്ന ഫോൺ നമ്പറിൽ അയയ്ക്കുക. ഇനി ലക്കം 1 മത്സര പരീക്ഷയ്ക്കുള്ള 10 ചോദ്യങ്ങളും ഏതൊക്കെയാണെന്ന് പറയാം. ഓരോ ചോദ്യവും ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങൾ എഴുതിയെടുക്കണം. 300 ലക്കങ്ങളിലുമായി വരുന്ന മൊത്തം 3000 ചോദ്യങ്ങളും 24x18 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു വലിയ നോട്ട്ബുക്കിൽ ഓരോ വിദ്യാർത്ഥിയും എഴുതി വയ്ക്കണം. ഓരോ ചോദ്യവും കഴിഞ്ഞ് ശരിയുത്തരം എഴുതാൻ ഓരോ വരി ശൂന്യമായി ഇട്ടിരിക്കേണ്ടതാണ്. അവിടെ എഴുതുന്നത് ശരിയുത്തരം തന്നെ ആയിരിക്കണം. ഇങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയൂ. ലക്കം 1 ഉത്തരം ഇന്ന് തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോ ലക്കത്തിലെയും ചോദ്യങ്ങൾക്കുള്ള ശരിയുത്തരം മുന്നിലോ പിന്നിലോ ഉള്ള ഏതെങ്കിലും ലക്കങ്ങളിൽ നിന്ന് സംശയരഹിതമായി കണ്ടെത്തത്തക്ക വിധത്തിലായിരിക്കും ഞങ്ങൾ ക്ലാസുകൾ കൈകാര്യം ചെയ്യുക. ഇനി 1ാമത്തെ ചോദ്യം പറയാം. പറയുന്നത് ഉടൻ തന്നെ എഴുതിയെടുക്കാൻ തയ്യാറാവുക. ചോദ്യം നമ്പർ 1. ഒരാൾ ജനിച്ചതും വളരെക്കാലം വസിച്ചതും ഇന്ത്യയിൽ. പക്ഷേ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്നതിന് ഉതകുന്ന ലേഖനങ്ങളും മറ്റുമാണ് രചിച്ചത്. ഒടുവിൽ ലണ്ടനിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് ധാരാളം കഥകളും കവിതകളും എഴുതി. 1907 നോബൽ സമ്മാന ജേതാവായി. ആരാണ് ഈ മകാൻ? ഇതിൻ്റെ ചോദ്യോത്തരം: എ. രവീന്ദ്രനാഥ ടാഗോർ, ബി. റുഡ്യാർഡ് കിപ്ലിംഗ്, സി. ഷെല്ലി, ഡി. ജോസഫ് പ്രീസ്റ്റ്ലി. അടുത്ത 2ാമത്തെ ചോദ്യം. കൊറോണ വൈറസ് ഡിസീസ് 2019 ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ഏത്? എ. കലബുറഗി, ബി. തൃശൂർ, സി. എറണാകുളം, ഡി. ലുധിയാന. അടുത്ത 3ാമത്തെ ചോദ്യം. 75,000 മുതൽ 1,00,000 പേർ വരെ മരണപ്പെടാനിടയായ ഒരു മഹാരോഗം 430 BC-യിൽ ഭൂതലത്തിലുണ്ടായി. അതൊരു പ്രശസ്തമായ നഗരത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ അടിത്തറ തന്നെ നശിപ്പിച്ചു. അന്ന് ആ നഗരത്തിൽ പടർന്നു പിടിച്ച അസുഖം പ്ലേഗ് ആണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അസുഖം ശരിക്കും ടൈഫോയിഡ് പനിയായിരുന്നുവെന്ന് 2005 ഒരു പഠനത്തിൽ കണ്ടെത്തി. പ്രശസ്തമായ ആ നഗരത്തിൻ്റെ പേരെന്ത്? എ. ആഥൻസ്, ബി. പാരീസ്, സി. ഡമാസ്കസ്, ഡി. കാണ്ഡല. അടുത്ത 4ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവനെടുത്ത മഹാരോഗം വരുന്നത് 1974 ബീഹാർ,
ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായിരുന്നു മരണം ഏറെ. അന്ന് 15,000-ത്തിലധികം പേർ മരിക്കാനിടയായ ആ മഹാരോഗത്തിൻ്റെ പേരെന്ത്? എ. മലമ്പനി, ബി. വസൂരി, സി. പ്ലേഗ്, ഡി. ടൈഫോയിഡ് പനി. അടുത്ത 5-ാമത്തെ ചോദ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഒരു മഹാരോഗം ഇന്ത്യയിലും എത്തി. തുടർന്ന് 30 വർഷത്തിനുള്ളിൽ 1,25,00,000 പേർ ഈ രോഗം മൂലം മരണമടഞ്ഞു. ബോംബെ പോലുള്ള തുറമുഖങ്ങളിലാണ് ഈ രോഗം ആദ്യം എത്തിയത്. പിന്നീട് പുനെ, കൽക്കത്ത, കറാച്ചി എന്നിവിടങ്ങളിലേക്ക് 1899 ഗ്രാമപ്രദേശങ്ങളിലേക്കും രോഗം വ്യാപിച്ചു. പടിഞ്ഞാറൻ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും കൂടുതൽ പേരെ കൊന്നൊടുക്കിയ ഈ രോഗത്തിൻ്റെ പേരെന്ത്? എ. വസൂരി, ബി. ക്ഷയം, സി. മഞ്ഞപ്പിത്തം, ഡി. പ്ലേഗ്. അടുത്ത 6-ാമത്തെ ചോദ്യം. പകർച്ചവ്യാധികളുടെ ഉറവിടം തേടിപ്പോയാൽ നാം എത്തിച്ചേരുന്നത് പിറേയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്ന നഗരത്തിലാണ്. ഈ തുറമുഖം വഴി ആ നഗരത്തിലേക്ക് ടൈഫോയിഡ് രോഗം കടന്നു വന്നതായി മനസ്സിലാക്കാൻ കഴിയും. ഏതാണ് ആ നഗരം? എ. ആഥൻസ്, ബി. വുഹാൻ, സി. മുംബൈ, ഡി. ഡമാസ്കസ്. അടുത്ത 7-ാമത്തെ ചോദ്യം. മഹാനായ മിശിഹ എന്നറിയപ്പെട്ടതാര്? എ. യേശുക്രിസ്തു, ബി. തോമാസ് ശ്ലീഹ, സി. CF ആൻഡ്രൂസ്, ഡി. യൂദാസ് ശ്ലീഹ. അടുത്ത 8-ാമത്തെ ചോദ്യം. തിമിംഗലങ്ങൾ പലപ്പോഴും കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. തിമിംഗല കൂട്ടത്തിന് പറയുന്ന പേരെന്ത്? എ. സ്കൂൾ, ബി. ക്രൗഡ്, സി. ഹേഡ്, ഡി. ക്ലൗഡ്. അടുത്ത 7-ാമത്തെ ചോദ്യം. അടുത്ത് 9-ാമത്തെ ചോദ്യം. എൽ-ഡോപ്പ എന്ന മരുന്ന് ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത്? എൽ-ഡോപ്പ എന്ന മരുന്ന് ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത്? എ. ഡിഫ്തീരിയ, ബി. പാർക്കിൻസൺ, സി. ട്യൂബർകുലോസിസ്, ഡി. ഗോയിറ്റർ. അടുത്ത 10-ാമത്തെ ചോദ്യം. AD 29 കൊല ചെയ്യപ്പെട്ട ഒരു മനുഷ്യസ്നേഹി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആരാധ്യനായി മാറി. ആരാണ് ആ മനുഷ്യസ്നേഹി? എ. ലിങ്കൺ, ബി. അലക്സാണ്ടർ, സി. യേശുക്രിസ്തു, ഡി. പത്രോസ്.
ഇവിടെ 10 ചോദ്യങ്ങളും ആയി. ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ഇതിലെ ഡിസ്ക്രിപ്ഷൻ നോക്കുക. PSC പരീക്ഷാ സഹായിയുടെ അടുത്ത ലക്കം 2/2021 നാളെ തന്നെ പുറത്തിറങ്ങും. അതിലെ പ്രധാന വിഷയം കേരളത്തിലെ നദികൾ എന്നതാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പരിപാടി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.